നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് പുതുവർഷ ഫലത്തെക്കുറിച്ച് പറയുകയാണ്. പുതുവർഷ ഫലമെന്ന് പറയുമ്പോൾ 2026 ഓരോ രാശിക്കാർക്കും എങ്ങനെ ആയിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് ജ്യോതിഷ സംബന്ധമായി മലയാളികളുടെ പുതുവർഷം എന്ന് പറയുന്ന ചിങ്ങം 1 തൊട്ട് കർക്കിടകം വരെയും, അതുപോലെ ജ്യോതിഷികൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് മേട മാസം 1 തൊട്ട് മീനം വരെയും വിഷുഫലം. പക്ഷേ ലോകമെമ്പാടുമുള്ള ആൾക്കാർ പുതുവർഷമായി കാണുന്നത് ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെ. ഈ 2026 ഓരോ രാശിക്കാർക്കും എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ തുലാം രാശിക്കാരുടെ പുതുവർഷം 2026 തുലാം രാശിക്കാർക്ക് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. തുലാം രാശിക്കാർക്ക്, അതായത് തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ 2ാമത്തെ പകുതി ഭാഗം, ചോതി നക്ഷത്രവും വിശാഖത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയും അതിൽ 3/4 ഭാഗവും ചേർന്ന 2.25 നക്ഷത്രമാണ് ശരിക്ക് തുലാം രാശി. തുലാം രാശിക്കാർക്ക് വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന വർഷമാണ് 2026. നിങ്ങൾക്ക് വളരെ നേട്ടത്തെ കൊടുക്കും. കാരണം എന്തുകൊണ്ട് വളരെ നേട്ടത്തെ കൊടുക്കും എന്ന് പറയാൻ കാരണം, നമുക്ക് വ്യാഴം ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് കർമ്മസ്ഥാനത്തേക്കാണ് വ്യാഴം വരുന്നത്. മാത്രമല്ല, നമുക്ക് കണ്ടകശനിയോ അഷ്ടമശനിയോ ശനിയുടേതായ ബന്ധം ഇല്ല. ശനി വലിയവനാണ്. ശനിയുടെ ബന്ധം വന്നു പോയാൽ ശനിക്ക് ഒരാളിനെ ഉയർത്താനും താഴ്ത്താനും ശക്തിയുള്ളവനാണ്. അതുകൊണ്ടാണ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത്, ശനിദേവൻ തരും പോലെ ഒരു ഗ്രഹം തരത്തില്ല, ശനി ഒരാളിനെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ഒരു ഗ്രഹം ബുദ്ധിമുട്ടിക്കുകയില്ല. അപ്പോൾ ശനിയുടെ ബന്ധം നിൽക്കുന്ന കാലഘട്ടമാണെങ്കിൽ നമുക്ക് ശുഭഫലത്തെ കുറയ്ക്കും. ഇപ്പോൾ വ്യാഴനാണ് ഐശ്വര്യത്തിൻ്റെ ഗ്രഹം, നമുക്ക് ഏറ്റവും കൂടുതൽ നേട്ടത്തെ തരുന്ന ഗ്രഹം. ആ വ്യാഴമാവിട്ട് ശരിക്കും തുലാരാശിക്കാർക്ക് ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായിട്ട് സഞ്ചരിക്കുകയാണ് ഈ പുതുവർഷത്തിൽ. നിങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നേട്ടഫലങ്ങൾക്ക് കാരണമായി ഭവിക്കും. നിങ്ങൾ വളരെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകണം. കാരണം നമ്മൾ എന്തിനാണ് നേരത്തെ അറിയുന്നു എന്ന് ചോദിച്ചാൽ, ഓരോ രാശിക്കാർക്ക് നല്ല സമയം നിൽക്കുന്ന സമയത്ത് അവർ പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് സക്സസ് ആവും. നമുക്ക് മറ്റ് ഗ്രഹങ്ങളുടെ ദോഷങ്ങളും മറ്റ് ഗ്രഹപ്രവർത്തനവും ഒക്കെ ഉണ്ടാവാം. കാരണം ഓരോരുത്തർക്ക് ഇത് കോമൺ ആയിട്ട് ഗ്രഹങ്ങളുടെ പ്രവർത്തനം പറയുമെങ്കിലും നമ്മൾ ദശ മോശമായിട്ടുള്ളവരുണ്ടാവും, നല്ല ദശയുള്ളവരുണ്ടാവും, ഇതൊക്കെ നിൽക്കും. എങ്കിൽ പോലും ഒരു കോമൺ എഫക്റ്റ് ഉണ്ടാവും, അതിന് സംശയം വേണ്ട. അതുകൊണ്ട് വ്യാഴത്തിൻ്റെ ഈ മാറ്റം നിൽക്കുന്ന സമയത്ത് നമ്മൾ 2026 പ്ലാൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ കഴിയും, കുറേ നേട്ടം ഉണ്ടാക്കാൻ കഴിയും. ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ജോലി ലഭിക്കും, ജോലിയിൽ പുരോഗതി ഉണ്ടാവും, ഭാഗ്യദായകമായ അവസ്ഥ ഉണ്ടാവും, നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റും, വീട് വയ്ക്കാൻ പറ്റും, വാഹനം വാങ്ങാൻ പറ്റും. അതുപോലെ കുറേ സന്തോഷപ്രദമായ അവസ്ഥകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ പ്ലാൻ ചെയ്യണം, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്ക് പുരോഗതിയും ഉയർച്ചയും ഉന്നതിയും വന്നു ചേരും. നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഈ പുതുവർഷം വളരെ സന്തോഷപ്രദമായിരിക്കും, അതിന് സംശയം വേണ്ട. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനും അമർത്തുക. കാരണം ഈ ചാനലിൽ നമ്മൾ യൂട്യൂബ് ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലൈവ് പ്രോഗ്രാം പലരും ലൈവ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നത് തന്നെ.
അപ്പോൾ പ്രോഗ്രാമിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയും നമുക്ക് പുരോഗതിക്ക് വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം എന്തിന് ബെൽ ബട്ടൺ അമർത്തുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുകയും നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാനും പറ്റും. അതുപോലെ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർക്കും കൂടി കഷ്ടകാലമോ നല്ലതോ ഉണ്ടെങ്കിൽ അവരും അറിഞ്ഞ് അത് നോക്കി അവരും രക്ഷപ്പെടും. ഇപ്പോൾ ഒരാൾ നമ്മളെ സുഹൃത്തും കൂടി രക്ഷപ്പെട്ടാൽ നമുക്ക് അത്രയും നല്ലതായി. നമ്മളെ കൂടെ ഉള്ളവരെല്ലാം നന്നാവുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കായിട്ട് നന്നാവും. അപ്പോൾ ഇവിടെ ഇന്ന് നല്ല സമയത്തെ നമുക്ക് പ്രദാനം ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട് ട്രിവാൻഡ്രത്താണ് കൺസൾട്ടേഷൻ ഉണ്ട്, ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്. അതേപോലെ ദുബായിൽ കരാമയിൽ പൂജാസ് ജൂവലറി ട്രേഡിംഗ് LLC എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ട്, അവിടെ കൺസൾട്ടേഷൻ ഉണ്ട് എല്ലാ മാസവും. അതുപോലെ തന്നെ ദുബായിൽ NTV മലയാളം ചാനലിൽ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എല്ലാ സൺഡേയും 1 മണിക്കൂർ 12 തൊട്ട് 1 മണി വരെ ഇവിടുത്തെ മലയാളികൾക്ക് വേണ്ടിയിട്ട് ചാനലിൽ വിളിച്ച് 1 മണിക്കൂർ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അതുപോലെ വിദേശ രാജ്യങ്ങളിലും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലും കൺസൾട്ടേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ തുലാരാശിക്കാർക്കും പുതുവർഷം ഭാഗ്യദായകമായി നിങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാ ഭാഗ്യവും ലഭിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.